ശ്രീമദ് ഭാഗവതം ക്ലാസ് 35 നമ്മൾ സ്കന്ധം 3 ആറാമത്തെ അധ്യായമായിട്ട് വിരാട സ്വരൂപോത്പത്തി കഥനമാണ് പറയുന്നത്. വിരാട പുരുഷനുണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കര, ദ്രവ, വാത, ഊർജ, ആകാശം, ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളാണ് ആദ്യം ഉണ്ടായത്. അത് ആറ്റങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എനർജി ആറ്റങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് പഞ്ചഭൂതമായി. അത് പ്രപഞ്ചത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആദ്യം അതിന് പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ശ്രീഹരിനെ ആശ്രയിച്ചത്. അതാണ് കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത്. ഇനി ഇതിലെന്താ പറയുന്നതെന്ന് നോക്കാം. 1:2 മൈത്രേയൻ പറയുകയാണ്, ഇപ്രകാരം കൂടിച്ചേരാതെ നിൽക്കുന്ന ഈ പഞ്ചഭൂതങ്ങൾ, കരവസ്തുക്കൾ, ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കൂടിച്ചേർന്നിട്ട് പുതിയ വസ്തുക്കളൊന്നും ഉണ്ടാകാൻ അതിന് പറ്റുന്നില്ല. ജീവനില്ലാത്ത വസ്തുക്കളാണ്. അപ്പോൾ ആ ദേവതകളെ കണ്ടിട്ട് ആ പരമാത്മാവ് എന്ത് ചെയ്തു? പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ചത്തിന് പിന്നിലുള്ള പ്ലാനായിട്ട് എടുക്കണം. ആ പ്ലാനിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തിയാണ് ഇതിനെ ഇനി കൂട്ടിച്ചേർത്തിട്ട് ആദ്യം വിരാട സ്വരൂപം ഉണ്ടാകണം. അപ്പം അതെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കാലപ്രേരണയാണ്. കാലത്തിനനുസരിച്ച് ഇതിങ്ങനെ കുറേ കാലം കിടന്നു. അതിൻ്റെ സമയമെത്തിയപ്പോൾ പ്രകൃതി ശക്തിയെ ധ്യാനിച്ചുകൊണ്ട്, അപ്പോൾ അവിടെ പ്രകൃതിയെ, ഇതുവരെ പുരുഷനും പ്രകൃതി എന്നൊരു പ്രതിഭാസമാണ് ഉണ്ടാകാൻ പോകുന്നത്. പുരുഷ പ്രേരക ശക്തിയിൽ നിന്ന് ഒരു പ്രകൃതി രൂപപ്പെടുകയാണ്. അതിനാണ് വിരാട സ്വരൂപം എന്ന് പറയുന്നത്. അത് 23 തത്വങ്ങളുടെ സമൂഹത്തെ ഒരേ സമയം ആവേശിച്ചു. 23 തത്വങ്ങൾ അതിൽ നിന്നും ഉണ്ടായി. അത് നമുക്കറിയാം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ പഞ്ചഭൂതങ്ങൾ, മനസ്സ്, 5 തന്മാത്രകൾ, അഹങ്കാരം, ഇങ്ങനെ മഹാതത്വം, ഇങ്ങനെ 23 തത്വങ്ങളായിട്ട്. മഹാതത്വം എന്നെല്ലാം പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര തത്വങ്ങൾ, അതായത് ത്രിഗുണങ്ങളെല്ലാം അതിൽ പെടുന്ന തന്നെ. അപ്പം ഈ തത്വങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വിരാട് മറ്റേ പരമാത്മാവ് എന്ന പ്ലാനിൽ തന്നെ ഇതിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ഇനി സൃഷ്ടി ഉണ്ടാകേണ്ടത്. അപ്പം സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൻ്റെ 3 പറയുകയാണ്. അന്തർയാമിയായി ഓരോന്നിലും പ്രവേശിച്ച സർവേശ്വരൻ. അപ്പൊ ഈ ഉണ്ടായ വസ്തുക്കളുടെ എല്ലാം, പഞ്ചഭൂതങ്ങളുടെ എല്ലാം ഉള്ളിൽ പ്രവേശിച്ച സർവേശ്വരൻ അതൊന്നും യോജിക്കുന്നില്ല. വിയോജിച്ചിട്ട് വേറെ വേറെ മാറി മാറി നിന്നതാണ്. ആ തത്വഗണങ്ങളെ ക്രിയാശക്തിയാൽ യോജിപ്പിച്ചു. അപ്പം ഈ പറയുന്ന തത്വങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആ ഒരു പ്രേരക ശക്തി അവയെല്ലാം യോജിപ്പിച്ചു. അങ്ങനെ 4 ക്രിയാശക്തിയാൽ ഈ 23 തത്വങ്ങളുടെ സമൂഹം സർവേശ്വരനാൽ പ്രേരിതമായിട്ട് സ്വന്തം അംശങ്ങളെ കൊണ്ട് വിരാട് രൂപം ജനിപ്പിച്ചു. അങ്ങനെ അവയെല്ലാം യോജിപ്പിച്ചിട്ട് ഒരു വിരാട രൂപം ഉണ്ടായി. ഇപ്പം വിരാട രൂപം എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോട്ടോടൈപ്പായിട്ട് കാണണം. അപ്പം പരമാത്മാവിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. ആ ലോകത്തിന് വേണ്ട വസ്തുക്കളെല്ലാം ഉണ്ടായിട്ട് അത് ആദ്യം ഒരു വിരാട രൂപത്തിൽ ആണ് ഉണ്ടായത്. നമ്മളിപ്പോൾ ഒരു വീടെല്ലാം പ്ലാന് വരച്ചിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുപോലെ തന്നെ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിത്തിൻ്റെ അകത്ത് ആ ജനിതക ഘടനയുണ്ട്. ആ ഘടനയിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതാണ് പിന്നെ വികസിച്ചിട്ട് പലതായിട്ട് മാറുന്നത്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? സൂക്ഷ്മ രൂപത്തിലെല്ലാം ഉണ്ട്. ആ വിരാട സ്വരൂപമായിട്ട് ഇതിനെ കാണാം. പക്ഷെ അതിൻ്റെ ഒരു മോഡൽ, പക്ഷെ അതാണ് പിന്നെ ബ്രഹ്മാണ്ടം മുഴുവനായിട്ട് വ്യാപിക്കേണ്ടത്. അപ്പം ഈ തത്വങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടാണ് അതുണ്ടായത്.
എന്നിട്ട് 5 അങ്ങനെ പ്രവേശിച്ച ഓരോ അംശത്തെയും, അപ്പോൾ അങ്ങനെയുള്ള ഓരോ അംശത്തിലും അത് കയറിയിട്ട് സംയോജിപ്പിച്ച് വിരാട് എന്ന സമഷ്ടി ശരീരമായി പരിണമിച്ചു. അങ്ങനെ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു രൂപരേഖ ഒരു ജനിതക ഘടനമാരിയുള്ള രീതിയിൽ അത് പരിണമിച്ചു. അതിൽ സർവചരവും അചരവുമായ ലോകങ്ങൾ അടങ്ങുന്നു. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാകുമോ അതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് സമഷ്ടി ശരീര രൂപത്തിൽ. ആ രൂപത്തിലാണ് ഒരു വിത്തിൻ്റെ അകത്തുള്ളത്. വിത്തിൽ ആ ചെടി എങ്ങനെ വളർന്നിട്ട് എന്തെല്ലാം രൂപമാണോ അതെല്ലാം വിത്തിൻ്റെ ആ സത്തയിൽ ഉണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ അണ്ടവും ബീജവും ചേർന്നിട്ടുള്ള ആ ജനിതക ഘടനയിലുണ്ട്. ആ ജനിതക ഘടന വളരാൻ സാഹചര്യം വരുമ്പോൾ കൈയും കാലും തലയെല്ലായിട്ട് വികസിച്ച് വരും. ആ തരത്തിലാണ് ആദ്യം അത് ഉണ്ടായത്. എന്നിട്ട് ആദ്യം പറയുന്നു, ആ അതിപുരുഷൻ തന്നിലൊതുങ്ങിയ സകല ജീവജാലങ്ങളെയും കൂട്ടി കാരണജലത്തിൽ ബ്രഹ്മാണ്ട മധ്യത്തിൽ 1000 ആണ്ടുകളോളം കഴിച്ചു. അപ്പോൾ ഈ ബ്രഹ്മാണ്ടം ഉണ്ടാകാൻ പോകുന്ന വലിയ ബ്രഹ്മാണ്ടത്തിൻ്റെ മധ്യത്തിലാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഒരു വലിയൊരു ബ്രഹ്മാണ്ടമാണല്ലോ. പ്രപഞ്ചഘടന പണ്ട് നമ്മൾ കണ്ടു, 49 മരുത്തുക്കളെല്ലാം കൂടിയ അതൊരു വലിയ ബ്രഹ്മാണ്ടം മാതിരിയാണ്. അതിൻ്റെ നടുവിലായിരുന്നു ആദ്യം എന്തുണ്ടായ ഈ വിരാട് പുരുഷൻ കാരണജലത്തിൽ. നേരെ അവിടെ അതേ ഉള്ളൂ, കാരണമാകുന്ന ഒരു ജലം മാത്രമേ ഉള്ളൂ. തരംഗരൂപത്തിലല്ല, ഊർജം മാത്രം പ്രവഹിക്കുന്നു. അതിൻ്റെ കേന്ദ്രത്തിൽ സകല ജീവജാലങ്ങളും കൂടിയിരിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ എല്ലാം സത്യ അടങ്ങിയിരിക്കുന്ന ആ ഒരു വിരാട് രൂപത്തിൻ്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ മധ്യത്തിൽ 1000 വർഷത്തോളം കഴിച്ചുകൂട്ടി എന്നാണ്. അത് അങ്ങനെ തന്നെ അങ്ങ് നിന്നു. പിന്നെ എല്ലാ സമയം അനുസരിച്ചിട്ടാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. അപ്പം സമയം അനുസരിച്ചിട്ടാണ് പിന്നെ ഓരോന്നായിട്ട് പുറത്തേക്ക് വരേണ്ടത്. നമ്മൾ കുട്ടി വളരുമ്പോഴും എല്ലാ അവയവം ഒന്നിച്ചിങ്ങ് കയറി വരുമൊന്നുമില്ല. ഒരു വിത്ത് മുളച്ച് വരുമ്പോൾ വലിയ തടി മരമായിട്ടൊന്നും വിളച്ച് വരില്ല. ആദ്യം വരുമ്പോൾ ഒരു മൊട്ടുമാരിയുള്ള തരത്തിലാണ് പൊങ്ങി വരിക. അതിൻ്റെ അകത്ത് 1-2 ഇലയെല്ലാമായിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ വരും. പിന്നെയാണ് ഓരോന്നായിട്ട് വികസിച്ച് വരുന്നത്. അതേപോലെ തന്നെയാണ് ഇതിന് വികസിച്ച് വരാൻ പോകുന്നത്. എൻ്റെ ഏഴിൽ പറയുന്നു, ആ വിരാട് സ്വരൂപം ദേവശക്തി, ക്രിയാശക്തി, ആത്മശക്തി എന്നിവയോട് ചേർന്ന് തൽസ്വരൂപത്തെ തന്നാൽ തന്നെ 1-ആയും 10-ആയും 3-ആയും വിഭജിച്ചു. അപ്പം അതിനെ ആദ്യം അത് 1-ആയിട്ട് 10-ആയിട്ട് 3-ആയിട്ട് വിഭജിച്ചു. ഏതിലൂടെ? ദേവശക്തി എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവതകളാണ്. ആ പഞ്ചഭൂതങ്ങളെ എല്ലാം ആയിട്ടുള്ള ദേവതശക്തി, ക്രിയാശക്തി. പിന്നെ അതിനെ വിഭജിക്കേണ്ടിക്ക് ശക്തി വേണമല്ലോ. ശക്തി ഉപയോഗിച്ചിട്ടാണല്ലോ അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ആത്മശക്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണല്ലോ എല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പം ഇത് പ്ലാനുണ്ട്, പിന്നെ വസ്തുക്കളെല്ലാം ഉണ്ട്, ദേവശക്തിയുണ്ട്, ദേവതകളെല്ലാം ഉണ്ട്, പിന്നെ ക്രിയാശക്തിയുണ്ട്. ആ പരമാത്മാവിൻ്റെ ക്രിയാശക്തിയുണ്ട്. അതെല്ലാം ചേർന്നിട്ട് 1, 3, 10, 3-ആയിട്ട് വിഭജിച്ചു. അതേതാണെന്ന് അടുത്തതിൽ പറയും. 1, 10, 3. ആ വിരാട് എല്ലാ വൃഷ്ടി ശരീരങ്ങളുടെയും സ്വരൂപമാകുന്നു. ഇനി പ്രപഞ്ചം എന്തായിട്ട് മാറാൻ പോകുന്നു അതിൻ്റെ എല്ലാം ഒരു ചെറിയ സ്വരൂപമാണ് ഈ ഇപ്പോഴാ വിരാട് രൂപം. അതായത് വിത്തിലെ ആ സത്ത് പോലെ, അണ്ടവും ബീജവും കൂടി ചേർന്ന മുട്ടേൻ്റെ അകത്തുള്ള ആ ഒരു സത്ത പോലെ അതിലെന്തുണ്ട്? ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. അത് പരമാത്മാവിൻ്റെ അംശമാകുന്നു.
പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ആ പ്ലാനിൻ്റെ അംശരൂപമാണത്. അത് ആദിയിലുണ്ടായ അവതാരമാകുന്നു. ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാം അതിൻ്റെ അകത്ത് കേന്ദ്രീകരിച്ച് കിടക്കുകയായിരുന്നു, അതിൻ്റെ സത്യമായിട്ട് ജനിതക ഘടന പോലെ. എന്നിട്ട് 9 പറയുന്നു, ഇനി വിരാട് 9 പറയുകയാണ്, വിരാട് സ്വരൂപം ആധ്യാത്മങ്ങളോടും കൂടിയും ആദിദൈവികമായും ആദിഭൂതങ്ങളോടും കൂടി 3 ആയിട്ട് തിരിച്ചു. അപ്പം നേരത്തെ 1, 10, 3 ആയിട്ട് വിഭജിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിൽ 3 എന്ന് പറയുന്നത് ആധ്യാത്മികതയോടുകൂടി. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറുന്ന ആ ഒരു തത്വം, അതുമായിട്ട് ബന്ധപ്പെട്ട തത്വങ്ങൾ. ആദി ദൈവങ്ങളോടുകൂടി എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ കുറേ ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളെ ശരീരത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതെല്ലാം ഇത് ബന്ധപ്പെട്ടത്. പിന്നെ ആദി ഭൂതങ്ങളോടുകൂടി, ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണല്ലോ ഈ ശരീരം. അപ്പം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ശരീരങ്ങളിൽ ഈ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്. അപ്പം അതാണ് 3 ആയി തിരിച്ചത്. പിന്നെ ഇനി ഏതാണുള്ളത്? 10 ആയതാണുള്ളത്. അത് പിന്നെ ആദ്യം 1 ആയി തീർന്നു, 10 ആയി തീർന്നു, പിന്നെ 3 ആയി തീർന്നു. 3 കണ്ടു കഴിഞ്ഞു. ഇനി 1 ആയി തീരുന്നത് എന്ന് പറഞ്ഞാൽ ജ്ഞാനശക്തിയാണ്. അതായത് ഹൃദയത്തിൽ വെച്ച് ജ്ഞാനത്തിൻ്റെ കേന്ദ്ര ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നാണ് ആ നാഡികളിലൂടെയുള്ള ജ്ഞാനം വർക്ക് ചെയ്യുന്നത്. അത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് പരമാത്മാവുമായിട്ട്, ഹൃദയത്തിലാണ് എന്തുള്ളത്? ജീവാത്മാവും പരമാത്മാവും എല്ലാം ഉള്ളത്. പരമാത്മാവാണ് പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ മൂവ് ആവുന്നത്. പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മളും അതിൻ്റെ നമ്മുടേതായ കോൺട്രിബ്യൂഷൻ നൽകുന്നു. ഇനി 10 തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഈ നാഡികളെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളുണ്ട്, അവയവങ്ങളുണ്ട്, അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളുണ്ട്, ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന സിഗ്നൽ സിസ്റ്റമുണ്ട്, നാഡികളിലൂടെ സഞ്ചരിക്കുന്ന. അത് 10 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 10 തരം പ്രാണനാണ് പ്രധാനമായിട്ട് പറയുന്നത്. 10 ഒന്നുമല്ല പറയുന്നത് പ്രധാനമായിട്ട്. അതിൽ ഏറ്റവും പ്രധാനം 5ആണ്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 5. പിന്നെ പ്രധാനപ്പെട്ടതാണ് നാഗം, കൂർമ്മം, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. അങ്ങനെ ഒരു 5 നാഡികൾ കൂടി നാഡികളിലൂടെ പ്രാണനും പ്രവഹിക്കുന്നുണ്ട്. ഇനി 10 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്ത ഈശ്വരൻ ഇന്ദ്രനുമായിട്ട് അല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈശ്വരൻ നിർഗുണമാണ്. പക്ഷെ അതേസമയം അത് ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് ആ പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ തപസ്സിനാൽ ഇന്ന പ്രകാരമെന്ന് സങ്കല്പിച്ചു. ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇതെല്ലാം ഡെവലപ്പായിട്ട് വരുന്നത്. ഇനി 11 പറയുന്നു, ഇനി അവയുടെ അതിദൈവങ്ങളെ പറ്റി അറിയുക. അതിദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ശരീരത്തിൽ കുറേ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്. ആ കർമ്മേന്ദ്രിയങ്ങൾക്കുള്ള പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം, ഓരോ ഇന്ദ്രിയത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. ഇന്ദ്രിയങ്ങളുണ്ടായാൽ മാത്രമല്ല, അതിലൂടെ സിഗ്നൽ കടക്കണം. സിഗ്നൽ കടക്കുമ്പോഴാണ് ആ ഇന്ദ്രിയങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം, അതിൻ്റെ പിന്നിലെ പ്രേരക ശക്തി, അതിനെപ്പറ്റിയാണ്, അതിദൈവങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ 12 പറയുന്നു, ഈ വിരാട് സമഷ്ടി ശരീരത്തിന് വാഗ്യേന്ദ്രിയം ഉണ്ടായി. വാക്ക്, ഇപ്പോൾ ആദ്യം വാക്കാണ് ഉണ്ടായത്, വാക്കെന്ന ഇന്ദ്രിയം. അതിൻ്റെ ദേവത ഇന്ദ്രനാണ്. അതിലൂടെ ശബ്ദം ഉച്ചരിക്കുന്നു.
അപ്പം വായിലൂട്ടിയാണ് ആദ്യം. കഴിഞ്ഞാലും നമ്മൾ ഇതിൻ്റെ ഈ പറയാൻ പോകുന്നത് പണ്ടും പറഞ്ഞു തന്നെയാണ്. പക്ഷെ അവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിലൂടെയാണല്ലോ ശരീരം ബിൽഡപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം ഉണ്ടാവുന്നു വായ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അത് വാക്ക്, അതിൽ നിന്നാണ് വാക്ക് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അത് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം അതിലൂടെയാണ് ശബ്ദത്തിൻ്റെ ഉത്ഭവം. പണ്ട് പറഞ്ഞ തന്നെ ആയതുകൊണ്ട് ഒന്ന് വേഗത്തിൽ പോവുകയാണ്. ഇനി 13 പിന്നെ അണ്ണാക്ക്. നേരത്തെ പറഞ്ഞ തന്നെ വായു ഉണ്ടായിട്ട് പിന്നെ അതിൻ്റെ അകത്ത് അണ്ണാക്കും എല്ലാം ശബ്ദമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ അണ്ണാക്കിലൂടെയാണ് പിന്നെ എന്തുണ്ടാകുന്നത്? നമ്മളെ രസങ്ങളെല്ലാം രസനേന്ദ്രിയം ഉണ്ടായത്. അതിലൂടെ അതിൻ്റെ അധിപതി വരുണദേവനാണ്. വരുണൻ എന്ന് പറയുന്നത് നമ്മളെ രസം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കളാണ്. കെമിക്കൽ ആക്ഷനിലൂടെയാണ് അത് നടക്കുന്നത്. കെമിക്കൽ ആക്ഷൻ എന്നെല്ലാം പറയുമ്പോൾ ആറ്റത്തിലെ ഓർബിറ്റുകളായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെടുമ്പോൾ, കാരണം രസമെല്ലാം ഒരു രാസവസ്തുവാണ്. അപ്പോൾ അത് ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആറ്റത്തിൻ്റെ വരുമ്പോൾ വരുണദേവനാണ്. അത് രസത്തെ അറിയുന്നു. അപ്പം ശബ്ദമായി, രുചിയായി. ഇനി 14 പറയുന്നു. പിന്നെ വിരാട് പുരുഷന് 2 നാസിക മൂക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. അതും പണ്ട് പറഞ്ഞതാണ്. അശ്വനി കുമാരന്മാരാണ്. ഇത് കഴിഞ്ഞാൽ പറഞ്ഞ അത് തന്നെ റെപ്പിറ്റേഷനാണ്. അശ്വനി കുമാരന്മാരാണ്. അവിടെ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് അത് ദ്വയമായതുകൊണ്ട് അത് ബലമാണ്. ശ്വാസം വലിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അത് ദ്വയമാണ്. അത് അശ്വനി കുമാരന്മാരാണ്. അതിൻ്റെ അധിപൻ. ഇതിലൂടെ ഗന്ധത്തെ, മൂക്കിലൂടെ എന്താ മനസ്സിലാക്കുക? ഗന്ധത്തിൻ്റെ ആ ഇന്ദ്രിയങ്ങളെ വർക്ക് ചെയ്യിക്കുന്നതാണ് അശ്വനി കുമാരന്മാർ. അത് ഗന്ധത്തിലൂടെയാണ്, ഗന്ധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പിന്നെ 15 പറയാണ് 2 കണ്ണുകൾ പ്രത്യക്ഷപ്പെട്ടു. അതെല്ലാം വിസ്തരിച്ച് കഴിഞ്ഞാൽ പറഞ്ഞാണ്. സൂര്യനാണ് അതിൻ്റെ അധിപതി. അവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇതിലൂടെ രൂപങ്ങളെ തിരിച്ചറിയുന്നു. അപ്പം നമ്മളെ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റിയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ദേവതകളും അതിലൂടെയാണ്. സൂര്യൻ തന്നെയാണ് നമ്മളെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സൂര്യൻ തന്നെയാണ് നമ്മളെ കണ്ണിൻ്റെ എല്ലാം ആധിപത്യമുള്ളത്. പിന്നെ 16 പിന്നെ തൊലി. എന്തിനു വേണ്ടി? വായു അതിൻ്റെ അധിപനാണ്. തൊലി എന്ന് പറഞ്ഞാൽ സ്പർശമാണ്, തൊടുന്ന അറിയാണ്. നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ട് വായുവാണ്. വായുവിനെ തൊട്ട് നോക്കാനേ പറ്റും, കാണാനൊന്നും പറ്റില്ല, രുചിച്ചു നോക്കാനൊന്നും പറ്റില്ല. അപ്പം തൊട്ട് നോക്കുക. അതുകൊണ്ട് അത് സ്പർശം അറിയുന്നു. അതിൻ്റെ അധിപൻ വായുവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം ഉണ്ടായി. സിഗ്നൽ മനസ്സിലാക്കേണ്ട അവയവങ്ങൾ ഡെവലപ്പ് ആവുന്നു. സിഗ്നൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? അതിനെ ബുദ്ധി അനലൈസ് ചെയ്തിട്ട് കർമ്മം ചെയ്യാൻ പറയും. അപ്പം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പോയി ആ ഒരു മാങ്ങ കിടക്കുന്നു, പറിക്കുമെന്ന് പറയുമ്പോൾ കയ്യോട് പറയും പോയി പറിക്കാൻ. കാണിയാണ് ആദ്യം ചെയ്യുന്നത്. കാണുമ്പോൾ ആ നല്ല പഴുത്ത ഒരു മാങ്ങ കിടക്കുന്നു, അപ്പം മനസ്സ് പറയും പോയി പറിക്കാം. അപ്പം പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ആദ്യം വരുന്ന ഏത് തന്നെയാണ്? 2 കൈകൾ പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ ദേവതകൾ ദിക്പാലകരാണ്. ഈ കൈകൾ എല്ലാ ഭാഗത്തേക്കും കർമ്മം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദിക്കിൻ്റെ ദേവതകളാണ് അധിപന്മാർ. ഇനി അത് 17-ാമത്തെയാണ്. ഇല്ല, തെറ്റിപ്പോയി, 2 വിട്ടുപോയിട്ടുണ്ട്. 17-ാമത്തെ 2 കാതുകളാണ്, കൈകളല്ല. കാതിനെ വിട്ടുപോയി, ശബ്ദത്തിൻ്റെ കാര്യം വിട്ടുപോയി. ഇപ്പം 2 കാതുകൾ പിന്നെ പ്രത്യക്ഷപ്പെടുന്നു. അത് ദിക്ദേവതകളാണ്. അതാണ് ദിക്ദേവതകൾ. എല്ലാ ദിക്കിൽ നിന്നും വരുന്ന ശബ്ദങ്ങളെ ചെവി, എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ശബ്ദങ്ങളെ ചെവി എടുത്തിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ശബ്ദത്തെ അറിയുന്നു. അപ്പം അതിൻ്റെ ദേവത എന്ന് പറയുന്നത് ദിക്കാണ്, കൈകളുടേതല്ല. പിന്നെ 10 ഈ സ്കിന്ന് പറയുമ്പോൾ സ്കിന്നിൽ രോമങ്ങളുണ്ട്. അപ്പോൾ അത് വനസ്പതികളാണ്, ചെടികളാണ്, ചെടികൾക്ക് സമാനമാണ്. അപ്പം വനസ്പതികൾ രോമകൂപങ്ങളിൽ നിന്ന് ഉത്ഭവിക്കും. അത് ചൊറിച്ചിലെല്ലാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനും സിഗ്നൽ സിസ്റ്റം സ്വീകരിക്കാനുള്ള കഴിവുണ്ടെന്ന് കഴിഞ്ഞതിൽ നമ്മൾ കണ്ടു. പിന്നെ 19-ാമത്തെ
ലിംഗം എന്ന അവയം പുറത്തുവിടുന്നു. ലിംഗം പിന്നീടാണ് ഈ പറയുന്നതിൽ ഒരു ചെറിയ വ്യത്യാസം, കഴിഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. പോട്ടെ. ലിംഗം എന്ന അവയം വെളിപ്പെട്ടു. പ്രജാപതിയാണ് അധിപൻ. പ്രജാപതിയിലൂടെയാണ് എല്ലാ സൃഷ്ടിയും നടക്കുന്നത്. അതുകൊണ്ട് ലിംഗത്തിൻ്റെ ആധിപത്യം ആർക്കും കൊടുത്തു? പ്രജാപതിയാണ് അതിൻ്റെ ദേവത. രതിസുഖത്തെ അറിയുന്നു. പിന്നെ 20 ഗുദം എന്ന സ്ഥാനം വെളിപ്പെട്ടു. ഗുദമുണ്ടായി. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണല്ലോ ശരീരം വലുതാകുന്നത്. ആദ്യം വായ ഉണ്ടായിട്ട് ഭക്ഷണം എടുത്തിട്ടാണല്ലോ വലുതാകുന്നു. പിന്നെ വേണ്ടാതെ വേസ്റ്റ് കളയണമല്ലോ. അപ്പം ഗുദം വെളിപ്പെട്ടു. മിത്രദേവൻ വായുവിൻ്റെ അധിപനാണ്. വിസർജനമാണ് അതിൻ്റെ ധർമ്മം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 21-ൽ 2 കൈകൾ ആവിർഭവിച്ചു കർമ്മം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ അവയവങ്ങളെല്ലാം ഉണ്ടായിട്ട് ഭക്ഷണമെല്ലാം വെളിയിൽ പോകേണ്ടതും ആവശ്യമില്ലാതെ വെളിയിൽ പോകേണ്ടതെല്ലാം കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പിന്നെ എന്താണ് കർമ്മം ചെയ്യുക? കർമ്മം ചെയ്യാൻ 2 കൈകൾ ആവിർഭവിച്ചു. കർമ്മത്തിൻ്റെ എല്ലാ കർമ്മത്തിലും ഇൻവോൾവ് ആകുന്ന സംഗതി ആരാണ്? ഇന്ദ്രനാണ്. അപ്പോൾ അതിൻ്റെ അധിപൻ ഇന്ദ്രൻ. അത് ജീവിത വൃത്തി നിർവഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ജോലിയാണ്. പിന്നെ കർമ്മം ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും പോയി ചെയ്യണം. അപ്പം പാദങ്ങൾ ഉണ്ടാവുന്നു, 2 പാദങ്ങൾ ഉണ്ടാവുന്നു. എല്ലായിടത്തേക്കും നമ്മളെ ചലിപ്പിക്കുന്ന അത് വിഷ്ണുദേവൻ തന്നെയാണ് അധിപൻ. എല്ലായിടത്തേക്കും എത്തിക്കുകയാണ് അതിൻ്റെ ധർമ്മം. പിന്നെ 23-ൽ ബുദ്ധി എന്ന ബുദ്ധിയുടെ ആസ്ഥാനമായ ബോധം എന്ന ശക്തിയോടെ ബ്രഹ്മദേവൻ അവിടെ പ്രവേശിച്ചു. അപ്പം ബ്രഹ്മദേവനാണ് ബുദ്ധിയുടെ അധിപൻ. അതായത് ആദ്യം ബുദ്ധിയിലൂടെയാണല്ലോ എല്ലാ കർമ്മങ്ങളും തുടങ്ങുന്നത്. വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാ എന്ത് കർമ്മം ചെയ്യേണ്ടി ആദ്യം അതിനെപ്പറ്റിയുള്ള അതിൻ്റെ പിന്നിലുള്ള സയൻസ് അറിയണം. ഈ വേദങ്ങളെല്ലാം വന്നിരിക്കുന്ന ബ്രഹ്മദേവനാണ്. അതുകൊണ്ട് ബുദ്ധിയുടെ ആസ്ഥാനം അതിൻ്റെ ദേവത ബ്രഹ്മദേവനാണ്. അത് അതിൽ പ്രവേശിച്ചു. അതിനൊക്കെ അറിയേണ്ടതിനെല്ലാം അറിയുന്നു. പിന്നെ 24 ഹൃദയം എന്ന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ചന്ദ്രൻ പ്രവേശിച്ചു. അവിടെയാണ് വിചാരങ്ങളെല്ലാം, ഹൃദയത്തിലെ നാഡികളിലൂടെയാണ് വിചാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പിന്നെ 25 പിന്നെ ഉണ്ടാകുന്നതാണ് ഞാനെന്നൊരു ഭാഗം. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞാനെന്നൊരു ചിന്ത ഉണ്ടാകണം. ആ ചിന്ത രുദ്രനുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന അഹങ്കാരങ്ങളിലൂടെയാണ് പിന്നെ നമ്മൾ എല്ലാ ക്രിയയും നിർവഹിക്കുന്നത്. ഞാനെന്നൊരു ചിന്ത ഉണ്ടാകുമ്പോൾ നമുക്കെന്തൊക്കെ ചെയ്യണം എന്നെല്ലാം തോന്നും. അതുകൂടെ ക്രിയ ആരംഭിക്കുന്നു. പിന്നെ 26-ൽ ചിത്തം എന്ന ഇത് ബ്രഹ്മാവിനെ അടിസ്ഥാനമാക്കി ചേതന ഉണ്ടാകുന്നു. ചിത്തത്തിലൂടെ ചേതന എന്ന വികാരം ഉണ്ടാകുന്നു. ആ ശക്തിവിശേഷം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിശേഷ ജ്ഞാനങ്ങളെല്ലാം നേടുന്നത്. ചിത്തം എന്ന അതും ബ്രഹ്മാവിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിശേഷ ബുദ്ധി എല്ലാം ലഭിക്കുന്നതിന്. എന്നിട്ട് പൊതുവെ ഇതെല്ലാം വിരാട് പുരുഷൻ്റെ ഓരോ അവയവങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് വിരാട് പുരുഷനെ തന്നെ ഈ 3 ലോകവുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണ്. ഈ വിരാട് പുരുഷൻ്റെ ശിരസിൽ സ്വർഗലോകവും പാദത്തിൽ ഭൂലോകവും നാഭിയിൽ അന്തരീക്ഷവും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാണ്. പാദത്തിൽ ഭൂമിയിൽ നിൽക്കുന്നത്, പാദം നിൽക്കുന്ന ഭൂമിയിലായതുകൊണ്ട് ഭൂമി, നാഭി അന്തരീക്ഷം, തല ആകാശമായിട്ട് എടുത്തോളം അങ്ങനെ അത് ഉത്ഭവിക്കുന്നു. അതിൻ്റെ നിന്നാണ് സത്വാദികളുടെ പരിണാമങ്ങളുടെ സത്വരജോ ഗുണങ്ങളിലൂടെ പരിണാമങ്ങളിലൂടെയാണ് പിന്നെ മറ്റുള്ള ദേവതകളെല്ലാം ശരീരത്തിൽ എന്തെല്ലാം അവയവങ്ങൾ ഉണ്ടാവോ അതെല്ലാം മറ്റു ദേവതകളെല്ലാം ഈ വൃഷ്ടി ജീവനിൽ ഉത്ഭവിച്ചു. മറ്റുള്ള ദേവതകൾ ശരീരത്തിൽ ഈ പറഞ്ഞതിന് പുറമേയുള്ളവ അതെല്ലാം ഈ ത്രിഗുണത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് പലതും ചേർന്നുകൊണ്ട് നേരത്തെ എല്ലാം വിഭജിച്ച് നിൽക്കുകയായിരുന്നു. അതിനെല്ലാം പല രൂപത്തിൽ ചേർത്തിട്ടാണ് ഇങ്ങനെ വിരാട് പുരുഷനുണ്ടായത്. ഇനി വേറൊരു തരത്തിൽ സ്വർഗം, ഭൂമി, മനുഷ്യർ, മൃഗങ്ങൾ ഇവരെയെല്ലാം പറ്റിയെല്ലാം ഒന്ന് പറയുകയാണ്. 28-ൽ
സത്വഗുണം അധികരിക്കുമ്പോൾ സ്വർഗലോകത്തിൽ ദേവന്മാരും, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ഭൂലോകത്തിൽ മനുഷ്യരും ചില മൃഗങ്ങളും ഉണ്ടാകും. അപ്പൊ സ്വർഗത്തിൽ എന്താണ്? അത് സ്ഥായിയാണ്. പ്രപഞ്ചത്തിൻ്റെ മുകളിലുള്ള എല്ലാ ഗ്രഹങ്ങളും, അതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഭൂമിക്കും അന്തരീക്ഷത്തിന് മുകളിലുള്ള അതെപ്പോഴും സ്ഥായിയായിട്ട് അവിടെ ഭൂമിയിലുണ്ടെങ്കിൽ ഉണ്ടാവും. അത് പക്ഷേ ഭൂമിയാണല്ലോ, സ്വർഗം എന്ന് പറയില്ല. അപ്പം അതിൻ്റെ മുകളിലുള്ള അപ്പം അത് സ്ഥായിയായതുകൊണ്ട് അതിന് സത്വഗുണമാണ്. അവിടെ അതെല്ലാം ദേവതകളായിട്ടാണ് കാണുന്നത്. നമ്മളെ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ദേവതകളായിട്ട് എടുക്കാം. ഭൂമിയിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് രജോ ഗുണം ഭൂമിക്കാണ്. അത് മനുഷ്യരിലൂടെയും മൃഗങ്ങളെയെല്ലാം പെടുത്താം. മൃഗങ്ങളും എല്ലാം കർമ്മം ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ മാത്രമൊന്നുമല്ല. എനിക്ക് 29 പറയുന്നത് തമോ ഗുണത്തിൽ നിന്ന് രുദ്രഗണങ്ങളും പിശാച് എന്നിവയെല്ലാം ഉണ്ടായി. അപ്പം തമോ ഗുണത്തിലാണ് ഈ പിശാചുമാരിയുള്ള, അതായത് എല്ലാത്തിനെയും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ശക്തിവിശേഷങ്ങളെയെല്ലാം ഈ തമോ ഗുണമായിട്ട് കാണണം. എന്തിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നവരെയെല്ലാം, പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നവരെയെല്ലാം തമോ ഗുണ, പിശാച്, കുട്ടിച്ചാത്തെന്നെല്ലാം പറയുന്ന അത്തരത്തിൽ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി 30 വിരാട പുരുഷന്റെ മുഖത്ത് നിന്നും, ആ മുഖത്തിൽ നിന്നാണ് വേദങ്ങൾ ഉണ്ടായത്. അതിനെ ബ്രാഹ്മണരുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ കഴിവുള്ളവരെന്ന അർത്ഥമേ ഉള്ളൂ. ശാസ്ത്രലോകമെല്ലാം ബ്രാഹ്മണരായിട്ട് കാണും. ഇനി 31 വിരാട പുരുഷന്റെ ബാഹുക്കളിൽ നിന്നും, കൈകളിൽ നിന്നും ആരുണ്ടാവും? ക്ഷത്രിയർ ആയുധമെല്ലാം എടുത്തിട്ട് അതെന്തിനു വേണ്ടിയിട്ട്? വിഷ്ണുവിൻ്റെ അംഗമായിട്ട്. ഈ ലോകത്തിൽ അധർമ്മം ഉണ്ടാകുമ്പോൾ അധർമ്മികളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷത്രിയർ ജനിച്ചിരിക്കുന്നത്. അതിന് അധർമ്മത്തിനെതിരായിട്ട് പോരാടാൻ. അവരുടെ ധർമ്മം അതാണ്. ആ വിരാട് പുരുഷന്റെ തുടയിൽ നിന്നാണ് വൈശ്യരുണ്ടായത്. അവർക്ക് ഈ കൃഷി, മറ്റുള്ള ബിസിനസ്, കൃഷി ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും അവരുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് ശൂദ്രരാണ്. അവർ നമ്മൾ എത്തേണ്ട അടുത്ത് എത്തിക്കുന്ന ധർമ്മമാണ് അവർക്ക് ഉള്ളത്. ഇതെല്ലാം ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനിച്ചത്. ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി 34 ഈ സഹജമായ കർമ്മങ്ങളാണ്. അപ്പോൾ ഇത് സഹജമായ 34 സഹജമായ കർമ്മങ്ങളാണ്. ഒരാൾ ജനിക്കുമ്പോഴുള്ള അയാളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കർമ്മങ്ങളെ തീരുമാനിക്കേണ്ടത്. സഹജമായ കർമ്മങ്ങളാണ്. ശരിക്കും ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ ബ്രാഹ്മണരാണ്. വേദങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ളവർ. അത് സഹജമായ ഒരു കഴിവാണ്. എല്ലാവർക്കും ഒന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊരു കഴിവാണ്. പഠിച്ചിട്ട് എല്ലാം നടപ്പാക്കുന്നത് ഒരു കഴിവാണ്. സേവിക്കുവാനുള്ള താല്പര്യമുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നത് അത് സഹജമായ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ 4 വർഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സഹജമായതാണ്. ഒരു കുടുംബത്തിൽ തന്നെ ഈ 4 സ്വഭാവമുള്ളവർ കാണും. അല്ലാതെ ഒരു ക്ഷത്രിയനാണ്, അച്ഛനും അമ്മയും ക്ഷത്രിയൻ നല്ല ധീരാണ്, മകള് അതിലുണ്ടാകുന്ന കൊച്ചു ചിലപ്പോൾ ഒരു പാറ്റേനെ കാണുമ്പോൾ നിലവിളിക്കുന്നതാണെങ്കിൽ അതെങ്ങനെയാണ് നായരാവുന്നത്, ക്ഷത്രിയനാവുന്നത്? ആവില്ല. സഹജമായ സ്വഭാവം ഓരോ കുട്ടിയെ ഇൻഡിവിജ്വലായിട്ട് എടുത്തിട്ട് അവനിലുള്ള ക്വാളിറ്റി നോക്കിയിട്ട് അങ്ങനെ ഈ സഹജമായ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 വർണ്ണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവരുടെ ധർമ്മം എന്താണ്? ആ ശരീരത്തിനും മനസ്സിനും യോജിച്ച ആ കർമ്മങ്ങൾ, സഹജമായ സ്വഭാവമുള്ള ആ കർമ്മങ്ങൾ ആർക്ക് വേണ്ടിയിട്ട്? ആ വിരാട പുരുഷന് വേണ്ടിയിട്ട് ചെയ്യുക. വിരാട പുരുഷൻ എന്താണ് ചെയ്യുന്നത്? ലോകം സൃഷ്ടിച്ചിട്ട് ആ പരമാത്മാവിൻ്റെ തത്വപ്രകാരം ഒരു സുന്ദരമായ ലോകം, വസുദേവ കുടുംബം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിലേക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ഈ മനുഷ്യരുടെ ധർമ്മം. ഇനി 35
ഇതിൻ്റെ 35 പറയാണ് ഈ വിരാട് പുരുഷനെ കാലത്തിൻ്റെ അടിസ്ഥാനത്തിലും കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലും സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇങ്ങനെ രൂപീകരിച്ച വിരാട പ്രപഞ്ചം, വിരാട ശക്തിയുടെ സ്വരൂപമായ ഈശ്വരനിൽ നിന്നാണ് അതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ ഈശ്വരനെ ആർക്ക് പൂർണ്ണമായി നിരൂപണം ചെയ്യുവാൻ കഴിയും? ഈ പ്രപഞ്ചത്തെ മുഴുവൻ, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും പൂർണ്ണമായിട്ട് നിരൂപണം ചെയ്യുക, വിരാട പുരുഷനെ പൂർണ്ണമായി നിരൂപണം ചെയ്യാൻ ആർക്കാണ് പറ്റുക എന്ന് ഇദ്ദേഹം തന്നെ, മൈത്രേയൻ തന്നെ അങ്ങോട്ട് പറയുകയാണ്. ആർക്കാണ് അതിനെ അങ്ങനെ നിർവചിക്കാൻ പറ്റുക? അദ്ദേഹം ഒരു മനുഷ്യന്റെ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് എന്ത് പറയുന്നത്? 36 എങ്കിലും ഞാൻ കേട്ട് ധരിച്ച പ്രകാരത്തിൽ, എനിക്കിവരെല്ലാം പറഞ്ഞു തന്ന കേട്ട് ധരിച്ച പ്രകാരത്തിൽ ശ്രീഹരിയുടെ കീർത്തിയെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന, സൃഷ്ടിക്രമെല്ലാം കീർത്തിയെ എൻ്റെ ബുദ്ധിശക്തിയാലാവുന്ന വിധം ഞാൻ പറഞ്ഞ് തന്നു. ഇനി 37 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ശ്രേഷ്ഠമായ ശ്രീഹരിയുടെ ഗുണഗണങ്ങൾ, അതായത് ഈ ശ്രീഹരി, ഈ വിരാട രൂപം ധരിച്ച ശ്രീഹരിയുടെ ഗുണഗണങ്ങൾ മനുഷ്യരുടെ വാക്കീന്ദ്രിയത്തിലൂടെയും, വേദവ്യാസനെല്ലാം വാക്കിലൂടെ പറഞ്ഞു കൊടുത്തതും, വേദവ്യാസനെ പോലെയുള്ളവർ വാക്കിലൂടെ വേദങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിദ്വാൻമാരായവർ അതിനെ നിരൂപണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഥാരൂപത്തിൽ, കഥാമൃതത്താൽ ശ്രവണേന്ദ്രിയത്തിന് വലിയ നേട്ടമായി പറഞ്ഞു കഴിഞ്ഞു. ആ വിദ്വാൻമാർ വാക്കാൽ പറഞ്ഞതും അല്ല, വേദവ്യാസനെ പോലെയുള്ള വരെ വാക്കിലൂടെ പറഞ്ഞതും വിദ്വാൻമാർ നിരൂപണം ചെയ്തതും, ആ നിരൂപണം ചെയ്തിട്ട് കബദ്ധ രൂപത്തിൽ അവതരിച്ചതുമായ ഇതിനെ ഞാൻ ശ്രവണേന്ദ്രിയത്തിൻ്റെ വലിയ നേട്ടമായിട്ട് വരത്തക്ക വിധത്തിൽ ഞാൻ പറഞ്ഞു, അതായത് പറഞ്ഞു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞാനിപ്പോൾ അവരെ നിരൂപണം എല്ലാം ചെയ്തത് ഞാനും ചെയ്യാണ്, ഭംഗിയായിട്ട് ചെവിട്ടിലൂടെ അങ്ങ് കടത്തിവിട്ട് തന്നിരിക്കുകയാണ്. എന്നിട്ട് 38 പറയുന്ന ഈ ശ്രീഹരിയുടെ മാഹാത്മ്യം, ഈ ശ്രീഹരിയുടെ മഹാത്മ്യം ആദ്യം എവിടെ നിന്നാണ് വന്നത്? കവിയായ ബ്രഹ്മാവിന് പോലും, കവിയായ ബ്രഹ്മാവിലൂടെയാണ് വന്നത്. അദ്ദേഹം 1000 വർഷങ്ങളോളം അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നിട്ടും പൂർണ്ണമായ അദ്ദേഹത്തിന് പോലും ആ ബ്രഹ്മത്തെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ബ്രഹ്മാവിലൂടെയാണ്, വായിലൂട്ടിയാണ് ഇതെല്ലാം വന്നതെങ്കിലും അദ്ദേഹത്തിനും ഇത് 1000 വർഷങ്ങളോളം അതിനെ പഠിച്ചതിൻ്റെ ശേഷമാണ് സൃഷ്ടിക്രമം തുടങ്ങിയത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആ ശ്രീഹരി, ആ ബ്രഹ്മത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത് വേദങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഋഷികളല്ല, ഒരു ദേവന്മാർക്കും വിഷ്ണുവിനല്ല ആർക്കും തന്നെ ആ നിർഗുണമായ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് 39 പറയുകയാണ്, ഭഗവാന്റെ മായാവൈഭവം എഴുന്നവർക്കും കൂടി ബാധകമാണ്. അതായത് ഈ വേദങ്ങളെല്ലാം വന്ന വേദവ്യാസനായാലും ബ്രഹ്മാവിൽ നിന്നായാലും അവരും കൂടി ഈ മായയിൽ അകപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ബ്രഹ്മം ഒഴിച്ച് ബാക്കിയെല്ലാം മായാലോകത്തിലുള്ളവരാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും കൃഷ്ണനുമെല്ലാം അവരും കൂടി മായയിൽ അകപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കാരണം ശ്രീഹരി തന്നെയും സ്വയം മായാഗതിയെ അറിയുന്നില്ല. ശ്രീഹരിക്ക് പോലും, ഈ കൃഷ്ണന് പോലും ആ മായയെ ശരിക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ ഇതെല്ലാം ചെയ്യുന്നത്. മായനെ മനസ്സിലാക്കിയവരാണെങ്കിൽ പോയിട്ട് ബ്രഹ്മത്തിൽ ലയിച്ചു കളയും. ഇതെല്ലാം മിഥ്യയായിട്ട് പിന്നെ ഈ പരിപാടിക്കൊന്നും ഇറങ്ങില്ല. പക്ഷേ കൃഷ്ണൻ പോലും, വിഷ്ണു പോലും, ബ്രഹ്മാവ് പോലും അങ്ങനെ ഇരുന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മിഥ്യയാണെങ്കിൽ പിന്നെ എന്തിനാണ്? അപ്പം അവർ പോലും മായയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പം ശ്രീഹരി പോലും ആ മായയെ പൂർണ്ണമായിട്ട് അറിയുന്നില്ല. ആകയാൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ല.
ഇനി അവസാനം 40 പറയാണ് മനസ്സിൻ്റെ വചനവും. അതായത് മനസ്സിലൂടെ വേദവ്യാസനല്ല അതിനെ വിവരിച്ച് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മാവ് തന്നെ വിവരിച്ച് തന്നിട്ടുണ്ട്. അഹം തത്വത്തിൻ്റെ രുദ്രനും അതിൽ നിന്ന് ഉത്ഭവിച്ച രുദ്രനും മറ്റ് എല്ലാ ദേവതകളും ഇന്ദ്രിയാദി ദേവതകളും എല്ലാം ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റാതെ പിന്തിരിഞ്ഞുവോ, ഏതൊരു ശക്തിയെ മനസ്സിലാക്കാൻ പറ്റാതെ പിന്തിരിഞ്ഞുവോ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും മറ്റുള്ള ദേവങ്ങളെല്ലാം അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പറ്റാതെ പിന്തിരിഞ്ഞുവോ, ആ ശക്തി വിശേഷത്തിന് നമസ്കാരം പറയുകയാണ് ആര്? ഈ മൈത്രേയ മുനി. കാരണം ആർക്കും അതിനെ നോക്കിയിട്ട് മനസ്സിലാകാതെ പിന്തിരിഞ്ഞവരാണ്. പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ? ആ ഒരു ശക്തിക്ക് നമസ്കാരം പറയുന്നുണ്ട്.